കഴിഞ്ഞ ദിവസം എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കപ്പെട്ടപ്പോൾ ജീവിതത്തിൽ അമൃതയ്ക്ക് ലഭിച്ചത് നികത്താനാകാത്ത നഷ്ടം. ഒമാനിൽ ICUവിൽ കഴിയുന്ന ഭർത്താവിനെ കാണാൻ പുറപ്പെട്ട തിരുവനന്തപുരം സ്വദേശി അമൃതയുടെ ശ്രമം വിഫലമായി. ഭർത്താവ് നമ്പി രാജേഷ് ഇന്നലെ ഒമാനിൽ മരിച്ചു. തന്റെ ദുരിതവും പ്രതിഷേധവും M5 ന്യൂസിലൂടെ അമൃത പങ്കുവച്ചിരുന്നു. ഞങ്ങളൊരു മെഡിക്കൽ എമർജൻസി ആയിട്ട് പോവുകയാണ്. എന്നിട്ട് അവരുടെ സൈഡിൽ നിന്ന് ഒരു റെസ്പോണ്ട് ഇല്ല. ഞങ്ങളുടെ സീരിയസ്നെസ് ഒക്കെ പറഞ്ഞു, പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. ഹസ്ബൻഡ് സുഖമില്ലാതിരിക്കുക, ഇപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡാണ്. അപ്പം ഇന്ന് കാണാൻ വേണ്ടിയാണ് പോകുന്നത്. തന്റെ ഭർത്താവ് ICUവിലാണെന്നും തനിക്ക് എത്രയും വേഗം ഒമാനിൽ എത്തിയേ മതിയാകൂ എന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കപ്പെട്ട ദിവസം അമൃത പറഞ്ഞിരുന്നു. എന്നാൽ അവസാനമായി ഭർത്താവിനെ ജീവനോടെ ഒരു നോക്ക് കാണാനുള്ള അമൃതയുടെ ശ്രമം വിഫലമായി. ഭർത്താവ് നമ്പി രാജേഷ് ഇന്നലെ ഒമാനിൽ മരിച്ചു. കഴിഞ്ഞ ബുധനാഴ്ച എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കപ്പെട്ടപ്പോൾ ദുരിതത്തിലായ യാത്രക്കാരിൽ മറക്കാനാകാത്ത മുഖമാണ് തിരുവനന്തപുരം കരമന സ്വദേശി അമൃതയുടേത്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ നിരുത്തരവാദിത്വപരമായ നടപടി അമൃതയ്ക്ക് നൽകിയത് ഒരിക്കലും നികത്താനാകാത്ത നഷ്ടമാണ്. ഒന്നും തന്നിട്ടില്ല. ഇവിടെ ഞങ്ങൾ 5 മണിക്ക് വന്നപ്പോഴാണ് അറിയുന്നത് ഇത് ക്യാൻസലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അടുത്ത ഫ്ലൈറ്റിന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതിപ്പോൾ 17-ാം തീയതി ഉള്ളതെന്നാണ് പറയുന്നത്. റീഫണ്ട് ചോദിച്ചപ്പോഴും അതും 2 വീക്സ് ആവുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് ക്യാഷ് ഇട്ട് അടുത്ത ഫ്ലൈറ്റിൽ പോകുമെന്നാണ് പറയുന്നത്. ഭയങ്കര മോശം. മാനേജർ വരെ ഭയങ്കര റൂഡായിട്ട് നമ്മളത് പെരുമാറിയത്. നേരെ ഇതിനൊരു സൊല്യൂഷൻ തന്നെ അവർ പറയുന്നില്ല. ഒത്തിരി പേര് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് രാവിലെ ഇന്നലെയൊക്കെ വന്ന് ബോർഡിംഗ് പാസ് മേടിച്ചിട്ട് തന്നെ ഇവർ പുറത്താക്കിയിട്ടുള്ളവരുണ്ട്. പിന്നെ ഒരാൾക്ക് ഇമിഗ്രേഷൻ സീൽ വെച്ചിട്ടുണ്ട്, എന്നിട്ടും അത് കട്ട് ചെയ്ത് തിരിച്ച് പുറത്താക്കി വിട്ടിട്ട്. ഇതിന് മുന്നേ ഒരു ഇൻഫർമേഷൻ ഒന്നും തന്നില്ല, ഒരു മെയിലോ ഒരു SMS ഒന്നും ഇവർ അയച്ചിട്ടുമില്ല. വന്നതിന് ശേഷമാണ് എല്ലാവരും അറിയുന്നത് ഇതുപോലെ ഇങ്ങനെ ക്യാൻസലായത്. വിമാനങ്ങൾ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കപ്പെട്ടപ്പോൾ അന്നവരുടെ പ്രതിഷേധം ഫലം കണ്ടിരുന്നു. അടുത്ത ദിവസത്തേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് പകരം ടിക്കറ്റ് നൽകി. പക്ഷേ ആ വിമാനവും റദ്ദാക്കപ്പെട്ടു. യാത്ര പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടി വന്നു. ഒടുവിൽ അമൃതയെ തേടി ഇന്നലെ എത്തിയത് ഭർത്താവിൻ്റെ മരണവാർത്തയാണ്. തൻ്റെ ഭർത്താവിനെ അവസാനമായൊന്ന് കാണണം എന്ന ആഗ്രഹം ബാക്കിയായി. മധുര സ്വദേശിയാണ് ഒമാനിലെ സ്കൂളിൽ അഡ്മിനിസ്ട്രേറ്ററായി ജോലി ചെയ്യുന്ന അമൃതയുടെ ഭർത്താവ് നമ്പി രാജേഷ്. 2ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് അമൃത. ഇവർക്ക് 5ഉം 3ഉം വയസ്സുള്ള 2 മക്കളുണ്ട്. ടിക്കറ്റിനായി നൽകിയ 38,000 രൂപ ഉടൻ തിരിച്ചു നൽകിയിരുന്നെങ്കിൽ മറ്റൊരു എയർലൈനിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാമായിരുന്നു. അതിനുള്ള അവസരം പോലും എയർ ഇന്ത്യ എക്സ്പ്രസ് നൽകിയില്ല. ഇനി എത്ര പണം നൽകിയാലും ഈ നഷ്ടവും വേദനയും നികത്താൻ എയർ ഇന്ത്യക്കാകില്ല. M5 ന്യൂസ്, തിരുവനന്തപുരം.